ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന പൈശാചികമായ അതിക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിന് നിർഭയ എന്ന പെൺകുട്ടിയുടെ മരണം കാരണമായെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാവുന്ന അക്രമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ഉപരോധങ്ങളും സമരങ്ങളും മുറക്കി നടക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ വിതരണം ചെയ്തത് 2200-ലേറെ പട്ടയങ്ങൾ. 2015 വീട് എന്നതാണ് സർക്കാരിന്റെ സ്വപ്നമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. തകർച്ചയിൽ നിന്നും കരകയറിയ കേരള സോപ്സിനെ UDF സർക്കാർ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് CITU ജില്ലാ പ്രസിഡന്റ് KP കുഞ്ഞികൃഷ്ണൻ. യുവതലമുറയെ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർ ഖദീജ മുംതാസ്. ദില്ലി പെൺകുട്ടിയുടെ ദാരുണ മരണത്തിന് 1 വയസ്സ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ഒന്നാം ഘട്ട പട്ടയ വിതരണ മേള സ്വപ്നനഗരിയിൽ നടന്നു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് മേള ഉദ്ഘാടനം ചെയ്തു. ആകെ 2200-ലേറെ പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത്. കേരളത്തെ 2015 ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി. ഇതിന്റെ ഭാഗമായുള്ള കോഴിക്കോട് ജില്ലയിലെ ഒന്നാം ഘട്ട പട്ടയ വിതരണ മേളയാണ് തിങ്കളാഴ്ച സ്വപ്നനഗരിയിൽ നടന്നത്. സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ചടങ്ങിനെത്തിയവരെ സ്വപ്നനഗരിയിലെ വേദിയിലേക്ക് ആനയിച്ചത്. കോഴിക്കോട് താലൂക്കിൽ 1016 സീറോ ലാൻഡ് പട്ടയം, 16 4 സെന്റ് കോളനി പട്ടയം, കൊയിലാണ്ടി താലൂക്കിൽ 429 സീറോ ലാൻഡ് പട്ടയം, 30 മിച്ചഭൂമി പട്ടയം, 14 4 സെന്റ് കോളനി പട്ടയം, 6 പുറമ്പോക്ക് പട്ടയം, വടകര താലൂക്കിൽ 78 സീറോ ലാൻഡ് പട്ടയം എന്നിങ്ങനെയാണ് മേളയിൽ വിതരണം ചെയ്തത്. ഇതിനു പുറമെ ജില്ലയിലാകെ 595 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 43 ദേവസ്വം പട്ടയങ്ങളും വിതരണം ചെയ്തു. 2015 മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകാനുള്ള പദ്ധതി കൂടി സർക്കാർ ആലോചിച്ചു വരികയാണെന്ന് മേള ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. കാസർഗോഡ് 36,000 ബ്ലോക്കുകളിൽ ഭൂമി വിതരണം നൽകാൻ തയ്യാറായിരിക്കുകയാണെന്നും ഹാരിസൺ മലയാളം കയ്യേറിയതുൾപ്പെടെയുള്ള ഭൂമി സർക്കാർ തിരിച്ചുവിടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ന് 2015 UDF ഗവൺമെന്റ് ഭൂമി കണ്ടെത്തി കൊടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമി കൊടുക്കുക മാത്രമല്ല, അവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി സ്വീകരിക്കുവാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ഞങ്ങൾ കൂട്ടായി ചിന്തിച്ചു. ചടങ്ങിൽ മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ CA ലത, MI ഷാനവാസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, MLA-മാരായ CK നാണു, KK ലതിക, C മോയിൻകുട്ടി, പുരുഷൻ കടലുണ്ടി, VM ഉമർ മാസ്റ്റർ, കൌൺസിലർ K സത്യനാഥൻ, KC അബു, TP രാമകൃഷ്ണൻ, ഉമർ പാണ്ഡികശാല, ജോൺ പൂതക്കുഴി, മനയത്ത് ചന്ദ്രൻ, CN വിജയകൃഷ്ണൻ, K ലോഹ്യ, മുക്കം മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ പട്ടയ വിതരണ മേളയിലേക്ക് കേരള ഭൂരഹിത ഭവനരഹിത ജനവേദി പ്രതിഷേധ മാർച്ച് നടത്തി. പട്ടയ വിതരണം പ്രഹസനവും രാഷ്ട്രീയവുമാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. പട്ടയ വിതരണ മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്ന സ്വപ്നനഗരിയിലെ വേദിയിലേക്കായിരുന്നു ഭൂരഹിത ഭവനരഹിത ജനവേദിയുടെ മാർച്ചും ധർണയും. സംസ്ഥാന സർക്കാർ നടത്തുന്ന പട്ടയ വിതരണം പ്രഹസനമാണെന്നും രാഷ്ട്രീയ കളിയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. മുഴുവൻ ഭൂരഹിതർക്കും ഭൂമിയും പട്ടയവും നൽകണം. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഭൂരഹിതർ 10,000-ഓളമുണ്ട്. എന്നാൽ സർക്കാരിന്റെ കണക്കിൽ ഇത് കേവലം 450 മാത്രമാണ്.
കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ളവരോട് കാസർഗോഡ് ജില്ലയിൽ ഭൂമി തരാമെന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ലെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത ഭൂരഹിത ഭവനരഹിത ജനവേദി സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി പറഞ്ഞു. ഇവർക്കൊരു രാഷ്ട്രീയമില്ല, ഒരു തൊണ്ട് ഭൂമി പോലുമില്ലാതെ റോഡിന്റെ വക്കത്തും ആറാന്റെ പുരയിലും 10,000-3,000 രൂപ വാടക കൊടുത്തിട്ട് ചേരികളിലും ചാലകളിലും കിടക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ മനസ്സിലാക്കണം. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സരോവരത്ത് പോലീസ് തടഞ്ഞു. മാർച്ചിന് ജനവേദി സെക്രട്ടറി KM ലൈല, ചന്ദ്രിക, അജേഷ്, K സൗദ, ഷിബു, പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിരമിച്ച ജവാന്മാർ കാർഷിക വ്യവസായ സംസ്കരണ മേഖലയിൽ കഴിവും ഊർജ്ജവും ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി KP മോഹനൻ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ വിജയ് ദിവസ് 42ാം വാർഷികത്തിന്റെ ഭാഗമായി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോഴിക്കോട് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പൊതുയോഗം സംഘടിപ്പിച്ചു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 42ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടിയ ധീര ജവാന്മാർ വിരമിച്ചതിനുശേഷം നാടിന്റെ പുരോഗതിക്കായി കാർഷിക വ്യവസായ സംസ്കരണ മേഖലകളിൽ കഴിവും ഊർജ്ജവും ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രദേശത്തിന്റെ അകത്ത് സ്വയം പര്യാപ്തത നേടാനും ഭക്ഷ്യസുരക്ഷാ രംഗത്ത് നിങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംഘങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ കാർഷിക ഉത്പാദക സംഘങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മാണി സാർ ഒരുപാട് പണം നീക്കിവെച്ചിട്ടുണ്ട്. റിട്ടയർഡ് കേണൽ പ്രഭാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റിട്ടയർഡ് ബ്രിഗേഡിയൻ PT ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. AK ശശീന്ദ്രൻ MLA, KSESL സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കാപ്പിൽ, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ NP അബ്ദുൽ ഹസീസ്, KSESL കോഴിക്കോട് ജില്ലാ താലൂക്ക് ഓഫീസർ അജിത് കുമാർ ഇളയിടത്ത്, CP രാഘവൻ, P ജയരാജൻ, EK ഗോപിനാഥൻ നായർ, മോഹനൻ പട്ടോന എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. സമൂഹത്തിൽ യുവതലമുറയെ ശക്തരാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സാഹിത്യകാരി ഗദിജ മുംതാസ് നിർഭയ ദിനത്തിന്റെ ഭാഗമായി സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമ്മേളനത്തിന്റെ ഭാഗമായി സ്ത്രീ പീഡനത്തിനെതിരെ സംഘ ചിത്രരചനയും ഓൾ ഇന്ത്യ ഡെമോക്രസി സ്റ്റുഡൻസിന്റെ പ്രകടനവും നടന്നു. ഡൽഹി കൂട്ടബലാത്സംഗത്തിന്റെ ഇരയായ നിർഭയയുടെ ഓർമ്മ പുതുക്കി നിർഭയ ദിനത്തിൽ സ്ത്രീ സുരക്ഷാ സമ്മേളനം സംഘടിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സാഹിത്യകാരി ഡോക്ടർ ഗദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തിൽ യുവതലമുറ കൂടുതൽ ശക്തരാകേണ്ടതാണെന്ന് അവർ പറഞ്ഞു. വിദ്യാഭ്യാസത്തോടൊപ്പം പൊതുജ്ഞാനത്തിലും യുവതലമുറയുടെ പങ്കാളിത്തം ആവശ്യമാണ്. അതിനായി വായനയുടെ പ്രാധാന്യം യുവതലമുറയ്ക്കിടയിൽ വർദ്ധിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. യുവാക്കൾ പിന്നാക്കം പോയിട്ടില്ലേ എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതാണ്. യുവാക്കൾ ഇന്ന് വ്യക്തികേന്ദ്രീകൃതമായ സുഖങ്ങളിൽ മാത്രം അഭിനമിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ. സ്ത്രീ സുരക്ഷാ സമിതി രക്ഷാധികാരി A ശേഖർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ, ഡോക്ടർ KV ബാലകൃഷ്ണൻ, പ്രൊഫസർ CV കുമാരൻ, രാജേഷ് മേനോൻ, മോഹൻദാസ് കായക്കൊടി, VK സത്യഭാമ, സിന്ധു മോഹൻ കോടഞ്ചേരി എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി കിഡ്സൺ കോർണറിൽ സ്ത്രീ പീഡനത്തിനെതിരെ സംഘടിപ്പിച്ച സംഘചിത്രരചന മാതൃഭൂമി ചീഫ് ആർട്ടിസ്റ്റ് K ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമത്തെയും ചൂഷണത്തെയും വരയിലൂടെ സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ചിത്രരചനയിലൂടെ കലാകാരന്മാർ. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നും എത്തിയ 17 കലാകാരന്മാരാണ് ചിത്രരചനയിൽ പങ്കെടുത്തത്. ഗ്രാഫിക് ഡിസൈനർ സുജിത്, യൂണിവേഴ്സൽ ആർട്സ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ അധ്യാപകൻ ലക്ഷ്മണൻ എന്നിവർ ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകി. നിർഭയ ദിനത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ ഡെമോക്രസി സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കിഡ്സൺ കോർണറിലേക്ക് സംഘടിപ്പിച്ച പ്രകടനം AIDSO സംസ്ഥാന സെക്രട്ടറി ബിനു ബേബി ഉദ്ഘാടനം ചെയ്തു. AIDSO ജില്ലാ സെക്രട്ടറി PK പ്രഭാഷ്, ജില്ലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, റഹീം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സ്ത്രീകൾ, കുട്ടികൾ, അവരുടെ മാനം. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഇടം നേടുകയാണ് ചെരിപ്പടിമല. മലപ്പുറം ജില്ലയിലെ നെടിയിരുപ്പ് പഞ്ചായത്തിലാണ് പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയങ്കരമായ ഈ സ്ഥലമുള്ളത്. പാറക്കുളങ്ങളും അസ്തമയ കാഴ്ചകളും കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന കുന്നിൻ താഴ്വരകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും ഖിലാഫത്ത് സമരത്തിലും തങ്കലിപികളിലായി ആലേഖനം ചെയ്യപ്പെട്ട സാമൂതിരി ഭരണത്തിന് കീഴിലായിരുന്ന നെടിയിരുപ്പ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അറിയപ്പെടുന്നത് ചെരിപ്പടിമല എന്ന മനോഹര പ്രദേശത്തിന്റെ സൗന്ദര്യത്തിലാണ്. ദിവസേന നിരവധി പേരാണ് ഈ മനോഹര പ്രദേശം സന്ദർശിക്കാനായി എത്തുന്നത്. അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയും. വിഷു, ഓണം, റംസാൻ, ക്രിസ്തുമസ് ഉത്സവവേളകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ചെരിപ്പടിമല. ഈ മലയിൽ നിന്നാൽ
അറബിക്കടലും ഊരകമലയും ചുറ്റുമുള്ള 6ഓളം ചെറുമലകളും കാണാനാകും. 10 കിലോമീറ്റർ അകലെയുള്ള കരിപ്പൂർ എയർപോർട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും കാണാം. അസ്തമന സൂര്യന്റെ സൗന്ദര്യം ആവോളം നുകരാൻ ഈ കുന്നിൻപുറം വേദിയൊരുക്കുന്നുണ്ട്. പാറ പൊട്ടിച്ചെടുത്ത 8ഓളം കുളങ്ങൾ ഇവിടെയുണ്ട്. തദ്ദേശീയരുടെ വിലക്കുകൾ അവഗണിച്ച് നീന്താൻ എത്തുന്നവരുമുണ്ട്. മിക്ക സമയത്തും ഒരു തണുത്ത കാലാവസ്ഥയാണ്. കുണ്ടോട്ടിയിൽ നിന്നും നെടിയിരുപ്പ് വഴിയും ഇവിടെ എത്താം. വളഞ്ഞു തിരിഞ്ഞ റോഡുകളും ഇരുവശങ്ങളിലുമുള്ള കൃഷിയിടങ്ങളുമെല്ലാം മനോഹരമാണ്. തദ്ദേശീയരായ കച്ചവടക്കാരും ഇവിടെയുണ്ട്. കുണ്ടോട്ടി അരീക്കോട് റോഡിൽ നെടിയിരുപ്പ് ഹരിജൻ കോളനി വഴിയാണ് ഇവിടെ എത്തുക. മഴ പെയ്തു നിറഞ്ഞ പാറക്കുളങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള ഈ മലയുടെ ആകർഷണങ്ങളിൽ ഒന്നാണ്. കേട്ടറിഞ്ഞാണ് പലരും പ്രദേശത്തിന്റെ സൗന്ദര്യം നുകരാനെത്തുന്നത്. ടൂറിസം സാധ്യതകൾ ഏറെയുള്ള ഇവിടെ പ്രകൃതിക്ക് കോട്ടം തട്ടാതെയുള്ള സ്വാഭാവിക നവീകരണ പ്രവൃത്തികൾ നടത്തിയാൽ ഇവിടം കൂടുതൽ മനോഹരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തറയിൽ സജീഷ് കുമാർ, ജില്ലാ വാർത്തകൾ. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. 34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്രയ്ക്ക് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണമൊരുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ചയാണ് യുവകേരള യാത്ര കോഴിക്കോട്ടെത്തുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളെ സ്മരിക്കുന്ന രീതിയിലുള്ള നിശ്ചല ദൃശ്യങ്ങളും കോഴിക്കോടിന്റെ സൗഹാർദ്ദവും സാഹോദര്യവും വിളിച്ചോതുന്ന പ്ലോട്ടുകളും ബുധനാഴ്ച രാവിലെ കൊയിലാണ്ടിയിലെ സ്വീകരണ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള മാർച്ച് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവേശിക്കുന്നത്. ഉച്ചയോടെ വെസ്റ്റ് ഹിൽ ഘോഷയാത്രയുടെ അകമ്പടിയോടെ യാത്രയെ കോഴിക്കോട് നഗരത്തിലേക്ക് ആനയിക്കും. ബാൻഡ് വാദ്യങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്ര പൈതൃകം വിവരിക്കുന്ന ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരക്കും. ശേഷം മുതലക്കുളം മൈതാനിയിൽ പൊതുയോഗം നടക്കും. കോൺഗ്രസ് നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംസാരിക്കും. വ്യാഴാഴ്ചത്തെ പര്യടനം മുതലക്കുളത്ത് നിന്ന് ആരംഭിക്കും. യാത്രയുടെ ഭാഗമായി അരീക്കാട് വെച്ച് ജനാധിപത്യത്തിലൂടെ വികസിത ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാമനാട്ടുകരയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തകർച്ചയിൽ നിന്നും കരകയറിയ കേരള സോപ്സിനെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് CITU ജില്ലാ പ്രസിഡന്റ് KP കുഞ്ഞികൃഷ്ണൻ. കോഴ വാങ്ങിയുള്ള അവിഹിത നിയമനങ്ങൾ പിൻവലിക്കുക, കേരള സോപ്സിനെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സോപ്സ് എംപ്ലോയീസ് യൂണിയൻ കേരള സോപ്സ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണയും മാർച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴ വാങ്ങിയുള്ള അവിഹിത നിയമങ്ങൾ പിൻവലിക്കുക, കേരള സോപ്പിനെ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള സോപ്സ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
കേരള സോപ്സ് കമ്പനി പരിസരത്ത് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് KP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരെ പുറത്താക്കി ലക്ഷക്കണക്കിന് പണം കോഴ വാങ്ങിയാണ് സർക്കാർ പുതിയ നിയമനം നടത്തുന്നത്. തകർച്ചയിൽ നിന്നും കരകയറി വന്ന കേരള സോപ്പിനെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. 4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കൂട്ടിയിട്ടിട്ടുള്ള കമ്പനി തുറപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായ CITUവിന്റെ നേതാവ് സഖാവ് കരീമും നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്പനി. ധർണയിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി MM. സുബീഷ്, CITU ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CP. സുലൈമാൻ, വർക്കിംഗ് വിമൻസ് നേതാവ് P. ഹാജിറ, DYFI ജില്ലാ പ്രസിഡന്റ് C. അശ്വിനി ദേവ് എന്നിവർ സംബന്ധിച്ചു. ഡിസംബർ 18 ന്യൂനപക്ഷ ദേശീയ അവകാശ ദിനമായി ആചരിക്കുമെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല സെമിനാർ കോഴിക്കോട് സംഘടിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ ദേശീയ അവകാശ ദിനമായ ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ സെമിനാറും ശില്പശാലയും നടത്താൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ന്യൂനപക്ഷ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്ന സെമിനാറിൽ വിവിധ സംഘടനാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. ന്യൂനപക്ഷ ഇന്ത്യ എന്ത് നേടി എന്ന വിഷയം ചർച്ച ചെയ്യും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 18-ാം തീയതി ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കപ്പെടും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 3-4 വർഷമായി പ്രവർത്തന രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന ജനറൽ കൺവീനർ മുസ്തഫ മുണ്ടുപാറ, സംഘാടക സമിതി ചെയർമാൻ നടുക്കണ്ടി അബൂബക്കർ, കൺവീനർ നിസാർ ഒളവെണ്ണ, ഗ്രാൻഡ് ഇൻ എയ്ഡ് കമ്മിറ്റി അംഗം സുബൈർ നെല്ലിക്കാപ്പറമ്പ്, കോർഡിനേറ്റർ CP അബ്ദുള്ള, ന്യൂനപക്ഷ സമിതി വൈസ് ചെയർമാൻ KP മുഹമ്മദലി എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച K. സാദിഖോയുടെ നിര്യാണത്തിൽ പത്രപ്രവർത്തക യൂണിയൻ അനുശോചിച്ചു. കോഴിക്കോട് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുശോചന യോഗത്തിൽ മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ K. അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ്, തൊഴിലാളി യൂണിയൻ പ്രവർത്തകൻ, മദ്യനിരോധ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, ജനപ്രതിനിധി, ഗ്രന്ഥകാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച K. സാദിഖോയുടെ നിര്യാണത്തിൽ കോഴിക്കോട് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം ചേർന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ K. അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KUWJ ജില്ലാ പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷത വഹിച്ചു. വളരെ സൗമ്യനായിട്ട് സംസാരിക്കുന്ന ഒരാള്, ഏത് പരിപാടികൾക്കും നമ്മൾ ക്ഷണിച്ചാലും വരുന്ന ഒരാൾ, അതാണ് എനിക്ക് പരിചയമുള്ള സാധിക്കുക. ജില്ലാ സെക്രട്ടറി AB ഷെറിൻ, KUWJ സംസ്ഥാന സെക്രട്ടറി വിനോദ് ചന്ദ്രൻ, ട്രഷറർ റെജി എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്.
വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ദേവീ കടാക്ഷത്തിനായി ഭക്തർ കാർത്തിക ദീപം തെളിയിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഭക്തജന കൂട്ടായ്മയിൽ കാർത്തിക ദീപം തെളിയിച്ചത്. വീടുകളിലും കാർത്തിക വിളക്ക് തെളിയിച്ചു. തമസോമ ജ്യോതിർഗമയ എന്ന ഉപനിഷത്ത് വാക്യത്തെ മുൻനിർത്തി നാടകം തൃക്കാർത്തിക ആഘോഷിച്ചു. വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും സന്ധ്യയ്ക്ക് കാർത്തിക വിളക്കുകൾ തെളിഞ്ഞു. കാർത്തിക വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നിരവധി ഭക്തർ ഒരുമിച്ചെത്തിയാണ് വിളക്കുകൾ തെളിയിച്ചത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ രാവിലെ പ്രഭാത പൂജയുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. വൈകിട്ട് കാർത്തിക ദീപം തെളിയിച്ചു. കരിമരുന്ന് പ്രയോഗം, ശിങ്കാരിമേളം, തെയ്യം എന്നിവയും ഉണ്ടായിരുന്നു. തളി ക്ഷേത്രം, കോട്ടുളി, മാടങ്കുനി, കിരാതമൂർത്തി, ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കാർത്തിക ദീപങ്ങൾ തെളിയിച്ചു. ഭക്തിയുടെ നിറവിൽ നടന്ന കാർത്തിക വിളക്ക് ആഘോഷത്തിന് കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിൽ സമാപനമായി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ വിളക്കുകൾ തെളിയിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കീഴിൽ ബാലൻ നായർ, മേൽശാന്തി പത്മനാഭം മൂസദ്, ഉണ്ണി മൂസദ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലക്ഷ്മി പ്രീതിക്ക് വേണ്ടിയാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ കാർത്തിക ദീപം തെളിയിക്കുന്നത്. സൗഹാർദ്ദ കേക്ക് മുറിച്ച് റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് ആഘോഷം. അരക്കിണർ മേലേച്ചിറ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. മേലേച്ചിറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷനായ പരിപാടിയിൽ ഫാദർ ജോൺസൺ, ഇക്ബാൽ ഫൈസി, ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളെ പങ്കെടുത്തു. ചടങ്ങിൽ സൗഹാർദ്ദ കേക്ക് മുറിച്ചു. പാറപ്പുറം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി മലയിൽ ഗീത, നന്മ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ശങ്കരനാരായണൻ പി, യുവതരംഗ പാറപ്പുറം പ്രതിനിധി മാത്യു തോമസ് തോപ്പിൽ, സുകുമാരൻ എം പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി മണ്ഡലകാല വിശേഷങ്ങളിലേക്ക്. നോർത്ത് ബേപ്പൂർ കരിമുകൻകാവ് ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് ഉത്സവാഘോഷം ഭക്ത്യാദരപൂർവ്വം നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. രാവിലെ അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ശുദ്ധികലശം, ഉച്ചപൂജ, പ്രഭാഷണം, പ്രസാദഊട്ട്, കർപ്പൂരാഴി, ദീപാരാധന, തായമ്പക, കേളികൈ, എഴുന്നള്ളിപ്പ്, അത്തായപൂജ, തേങ്ങയെറിയൽ എന്നിവ നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഈശ്വരൻ നമ്പൂതിരി, സെക്രട്ടറി പി അനിൽകുമാർ, ട്രഷറർ ശശികുമാർ, രക്ഷാധികാരികളായ എം സി ഗോദവർമ്മ രാജ, പി കെ ഉദയവർമ്മ രാജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാറാട് അയ്യപ്പ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 7ാമത് മാറാട് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്ത്യാദരപൂർവ്വം നടന്നു. ഇതിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജ, മഹാഗണപതി ഹോമം, സാംസ്കാരിക സമ്മേളനം, പ്രഭാഷണം, പ്രസാദഊട്ട്, ശരണം വിളി, തായമ്പക, അയ്യപ്പ പൂജ, പാലക്കൊമ്പ് എഴുന്നള്ളത്ത് എന്നിവ നടന്നു. സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അടിച്ചിക്കാട്ട് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കെ പി നിഷാദ് കുമാർ, പി ദേവരാജൻ, കെ സി രാമചന്ദ്രൻ, വിശ്വനാഥൻ സ്വാമിജി, എം പ്രബീഷ്, ശ്രീനിവാസൻ, തോട്ടുങ്ങൽ വിജേഷ് എന്നിവർ സംസാരിച്ചു. ഗോദീശ്വരം ശിവക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്റെ അകമ്പടിയോടും മൈസൂരിലെ വീരഭദ്ര നൃത്തസംഘത്തോടും കൂടി പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ആരംഭിച്ചു. നല്ലൂർ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് ഉത്സവം സംഘടിപ്പിച്ചു. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് ചെണ്ടമേളം, ഉച്ചപൂജ, പ്രസാദഊട്ട്, നല്ലൂർ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളത്ത് എന്നിവയുമുണ്ടായിരുന്നു. പ്രഭാഷകൻ ഇല്ലിക്കട്ട് നമ്പൂതിരിയുടെ പ്രഭാഷണം, സുഗു നല്ലൂർ എൻ പാർട്ടിയുടെ തായബക, അയ്യപ്പൻ പാട്ട്, തിരിയൊഴിച്ചിൽ, വെട്ടുംതടവും എന്നിവയുമുണ്ടായിരുന്നു. നല്ലൂർ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി സെക്രട്ടറി കെ പുഷ്പരാജൻ, പ്രസിഡന്റ് കെ സി സജീന്ദ്രബാബു, ട്രഷറർ പി ഷിബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിലമ്പൂർ വേലായുധനാണ് തിടമ്പേറ്റിയത്. ചെട്ടിപ്പടി ഗോപിനാഥനും സംഘവുമായിരുന്നു വിളക്ക് പാർട്ടി. നല്ലൂർ ബാലമുരുക കലാസമിതിയുടെ പി സി ദാമോദരനും സംഘവും കാവടിയാട്ടവും നല്ലൂർ കലാലയത്തിന്റെ ചെണ്ടമേളവും ഉണ്ടായിരുന്നു. മണ്ഡല ഉത്സവത്തോടനുബന്ധിച്ച് വെള്ളായിക്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭജന സംഘടിപ്പിച്ചു. ഒളവണ്ണ ഷൈജു ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഭജന നടന്നത്. നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. മുതലക്കുളം മൈതാനിയിൽ ഡിസംബർ 17 രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ നടക്കുന്ന കൂട്ടായ്മയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളണമെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ചർച്ച ചെയ്യണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടും. രാവിലെ 9 മണിക്ക് ഗിന്നസ് ജേതാവായ സുധീർ കടലുണ്ടിയും ഷാജി കല്ലായും നയിക്കുന്ന ദ്രുതതരംഗ താളവാദ്യത്തോടൊപ്പം മദനൻ, പോൾ കല്ലാനോട്, ഇ സുധാകരൻ, ആർ കെ പൊറ്റശ്ശേരി തുടങ്ങിയ ചിത്രകാരന്മാരുടെ സമൂഹ ചിത്രരചനയോടെയാണ് ഉദ്ഘാടനം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ഒരുമ സ്വാശ്രയ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പശ്ചിമഘട്ടം സംരക്ഷണം, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ എന്ന വിഷയത്തിൽ ക്ലാസും സംവാദവും സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കെ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. പി എൻ പ്രേമരാജ് അധ്യക്ഷനായിരുന്നു.
എൻ ശൈലേന്ദ്രൻ, ഭരതൻ പള്ളിപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ഹൈസ്കൂളിലാണ് സംവാദം സംഘടിപ്പിച്ചത്. സംവാദത്തിൽ AN ജാൻ, T ഹസൻ, പത്മനാഭൻ പള്ളത്ത് എന്നിവർ സംസാരിച്ചു. രാഷ്ട്ര പുരോഗതിക്കും വാണിജ്യ വ്യവസായ തൊഴിൽ മേഖലയുടെ വളർച്ചയ്ക്കും വർദ്ധിച്ചുവരുന്ന അറബി ഭാഷയുടെ സ്വാധീനം പരിഗണിച്ച് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര അറബിക് ദിനത്തോടനുബന്ധിച്ച് KATF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 18 ബുധനാഴ്ച കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ദേശീയ അറബിക് സെമിനാർ നടത്തും. രാവിലെ 10 മണിക്ക് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. കൊയിലാണ്ടി സേവാഭാരതി സാന്ത്വന പരിചരണ വിഭാഗം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വളണ്ടിയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊല്ലം പാർക്ക് പോയിന്റ് ഹോട്ടലിൽ 15, 16 തീയതികളിലായി നടന്ന പരിശീലന ക്യാമ്പ് രാഷ്ട്രീയ സ്വയം സേവക സംഘം കാര്യവാഹക് KP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 50ഓളം പ്രവർത്തകരാണ് പങ്കെടുത്തത്. ജില്ലാ NRHM കോർഡിനേറ്റർ ഹരിദാസ് പേരാമ്പ്ര, VP കുഞ്ഞുമുഹമ്മദ്, മുരളീധർ ഗോപാൽ, മോഹനൻ കച്ചേരി, P ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഡിസംബർ 22, 23, 24 തീയതികളിൽ നടക്കുന്ന കേരള മുസ്ലിം ഹിസ്റ്ററി കോൺഫറൻസിന്റെ ഭാഗമായി വിപുലമായ പൈതൃകം എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അറിയിച്ചു. കേരള ആർക്കൈവ്സ് ഡയറക്ടറേറ്റിന്റെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ നടത്തുന്നത്. കൊയിലാണ്ടി കോതമംഗലം സൗത്ത് നന്മ റെസിഡൻസ് അസോസിയേഷന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കൊയിലാണ്ടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തഗ്രൂപ്പ് പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ OK ബാലനാരായണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് 1 മണിവരെ നീണ്ടുനിന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ വിതരണം ചെയ്തത് 2200-ലേറെ പട്ടയങ്ങൾ. 2015ഓടെ വീട് എന്നതാണ് സർക്കാരിന്റെ സ്വപ്നമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. തകർച്ചയിൽ നിന്നും കരകയറിയ കേരള സോപ്സിനെ UDF സർക്കാർ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് CITU ജില്ലാ പ്രസിഡന്റ് KP കുഞ്ഞികൃഷ്ണൻ. യുവതലമുറയെ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർ ഖദീജ മുംതാസ്. ദില്ലി പെൺകുട്ടിയുടെ ദാരുണ മരണത്തിന് 1 വയസ്സ്. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.